10 വർഷം മുന്നേ കേരളത്തിൽ ഒരു പുണ്യാളൻ സർക്കാർ ഉണ്ടായിരുന്നു എന്ന് കൂടെ ഡയലോഗ് അടിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്നതിൻ്റെ തെളിവ് ആ 9 വർഷങ്ങൾക്ക് പുറകെ പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ ഭരണം കണ്ടിട്ട് സതീശൻ തന്നെ പറഞ്ഞ വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അഴിമതിക്കെതിരെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് പറഞ്ഞത്. അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആക്ഷേപിച്ചത്. പക്ഷേ AK ആന്റണി എന്താ പറഞ്ഞത്? കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. AK ആന്റണിയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. AK ആന്റണിയോട് പറയാൻ പറ്റില്ലല്ലോ, എന്നോട് പറയാമല്ലോ, എന്നെ പറ്റി പറയാമല്ലോ. AK ആന്റണിയെ കുറിച്ച് ഇതുപോലെ പറയാൻ പറ്റുമോ? AK ആന്റണിയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. AK ആന്റണിയോട് നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്, ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. KC ജോസഫ് പറഞ്ഞു UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഇതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ഭൂമിയിലാണെങ്കിൽ UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും UDF അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് UDF നിൽക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വേണം. അപ്പം 2-3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഈ അഴിമതിയുടെ നിഴലിൽ നിന്ന് പുറത്തു വരണം, കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട്. കേട്ടല്ലോ, ഇതാണ് പുണ്യാളൻ സർക്കാരിൻ്റെ കാലഘട്ടം. സതീശൻ കൂടി MLA ആയിരുന്നതാണ്, അതും ഭരണപക്ഷത്തിൻ്റെ. എന്നിട്ട് ആ സർക്കാർ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്, സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന് സതീശൻ മാധ്യമങ്ങളിലൂടെ വിളിച്ചു കൂവി. ഇതായിരുന്നു അന്നത്തെ പുണ്യാളൻ സർക്കാരിൻ്റെ പരിതാപകരമായ അവസ്ഥ. ഒരു ദുരന്തവും നേരിട്ടില്ല. കൊറോണ ഇല്ലായിരുന്നു, ഓഖി ഇല്ലായിരുന്നു, പ്രളയങ്ങളില്ലായിരുന്നു. ഒരു ദുരന്തങ്ങളെയും അഭിമുഖീകരിക്കാതെ ഖജനാവിലെ പൈസ യഥേഷ്ടം അവരവരെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ പുണ്യാളൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ അവസ്ഥയെക്കുറിച്ച് സതീശൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്നിപ്പോൾ ഈ സർക്കാർ 9 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പല പദ്ധതികളും നടപ്പിലാക്കി കൺമുന്നിൽ അത് കാട്ടിക്കൊടുക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇറങ്ങി നിന്ന് അതിൽ അഴിമതി പറയുന്നുണ്ടെങ്കിൽ സതീശൻ്റെ ഇരട്ടത്താപ്പ് കാണണേ. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് അദ്ദേഹം കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും അച്ചടക്കത്തിൻ്റെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? പാർട്ടിയുടെ വേദികളിൽ വേണം പറയാൻ, ഞാനൊന്നും പുറത്തു പറയില്ല, ഞാൻ എല്ലാ കാര്യവും ഒരു ഉത്തമ കോൺഗ്രസ്സുകാരനെ പോലെ പാർട്ടിക്ക് വിധേയനായി നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ അന്ന് ആ മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്ന KC ജോസഫിന് സതീശനെ പരസ്യമായി വിമർശിക്കേണ്ടി വന്നു. അതും കേൾക്കണം. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പരാമർശം മന്ത്രിസഭയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അതിലെ ഒരു MLA ഇങ്ങനെ സർക്കാരിനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന സർക്കാരായിരുന്നു അതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ 4 കൊല്ലം പൂർത്തിയാക്കിയ ഒരു ഗവൺമെൻറ്റിനെ പറ്റി KPCCയുടെ വൈസ് പ്രസിഡന്റായ VD സതീശൻ അങ്ങനെ പറഞ്ഞത് വളരെയേറെ നിർഭാഗ്യകരമായിപ്പോയി. അദ്ദേഹം കോൺഗ്രസിൻ്റെ മുതിർന്ന ഒരു നേതാവാണ്. ഈ ഗവൺമെൻറ്റിനെ തെറ്റായ വെളിച്ചത്തിൽ കാണിക്കാനുള്ള പ്രതിപക്ഷ പ്രചാരണത്തിൻ്റെ മറ്റൊരു ശബ്ദമായി അദ്ദേഹത്തിൻ്റെ സ്വരം മാറിയതിൽ വളരെയേറെ ദുഃഖവും വേദനയുമുണ്ട്. അതെല്ലാം പുറത്തു വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ആരും പറയാതെ തന്നെ. എല്ലാവർക്കും ചില പരിമിതികളുണ്ട്. അദ്ദേഹം KPCC ഭാരവാഹിയാണ്. ആ പരിമിതി അദ്ദേഹത്തിനുണ്ട്. ഞാൻ മന്ത്രി, എനിക്ക് ആ പരിമിതി എനിക്കുമുണ്ട്. പക്ഷെ അദ്ദേഹം KPCCയുടെ 6 വൈസ് പ്രസിഡന്റുമാർ ഒരാൾ മാത്രമാണ്. ഒരു KPCC ഭാരവാഹിയും ഹൈക്കമാൻഡ് അന്വേഷണം വഹിക്കണ്ട. ഹൈക്കമാൻഡ് കാര്യം ഹൈക്കമാൻഡ് പറയും, അത് KPCC ഭാരവാഹി പറയേണ്ട കാര്യമല്ലത്. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ, അല്ലെങ്കിൽ ഇത് മാത്രമാണെന്നിരിക്കെ, ഇന്നിപ്പോൾ മീഡിയ പബ്ലിസിറ്റി ഉണ്ടാക്കി അന്നത്തെ പുണ്യാളൻ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. എന്ത് എന്ന് ചോദിക്കരുത്. 60 മാസത്തെ ഭരണത്തിൽ 18 മാസത്തെ പെൻഷനും കുടിശ്ശിക ഈ സർക്കാർ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പലതും ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയ ഈ സർക്കാരിനെ ഇന്ന് ഇകഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അന്ന് കഴിവുകേടിൻ്റെ
തുറന്നുകാട്ടലായി സതീശൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇന്ന് ഇവർ ഭരണത്തിലേറിക്കഴിഞ്ഞാൽ എന്ത് മാറ്റം ഇവിടെ കൊണ്ടുവരാനാണ്? ആ സർക്കാരിൻ്റെ ഭാഗമല്ലാത്ത എത്ര നേതാക്കന്മാർ ഇന്നുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്ന് നാട്ടുകാർക്ക് തന്നെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണിത്.